വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് കേട്ടോ. നമ്മളെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ്. അപ്പോൾ നമ്മളെ ചാനലൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയറിൻ്റെ, സ്കിൻ കെയറിൻ്റെ, മേക്കപ്പ് റിലേറ്റഡ് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ഫാമിലിയിൽ കൂടിക്കൊള്ളാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കായിരുന്നു ഫംഗ്ഷൻ. രാവിലെയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത്, അയ്യോ സ്കിൻ ആകെ ഡള്ളായിട്ടായിരിക്കുന്നത്, അതേപോലെ തന്നെ ഒരു ഉന്മേഷമില്ല, സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക, ഒരു തെളിവൊന്നും ഇല്ലാത്ത പോലെ ഉണ്ട്. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാറുള്ള ഒരു സ്ക്രബും പാക്കുമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. തലേ ദിവസം ഞാൻ പെട്ടെന്നായിരുന്നു ഇന്ന് പോവാന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു സമയവും ഇല്ല, നമ്മുടെ കയ്യിലുള്ള സമയം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രബും പാക്കൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഫേസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനാണ്. സ്കിൻ കെയർ റൊട്ടീൻ സ്ക്രബും പാക്കും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രബും പാക്കൊക്കെയാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും, നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും, ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സ്കിൻ കെയർ കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്നൊക്കെ എങ്ങനെയും പോകാണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം ചെയ്യാം, അതേപോലെ തന്നെ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേറ്റും ഈ ഒരു സ്ക്രബും പാക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ പാക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ പുതിയൊരു ഷെയ്ഡ് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. കൊള്ളത്തില്ല അല്ലേ? ഒരു എന്താ, ഞാൻ എപ്പോഴും ഒരേ ഷെയ്ഡല്ലേ ഞാൻ യൂസ് ചെയ്യാറ്. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഒരേ ഷെയ്ഡ് ഒരേപോലത്തെ ഷെയ്ഡാണ് ഞാൻ മിക്കതും യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചതായിരുന്നു. ഇത് ഈ ഒരു ലിപ്സ്റ്റിക്ക് വരുന്നത് നമ്മുടെ മിനി ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ, ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ വിട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എനിക്ക് രസമുണ്ടോ ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കുഴപ്പമില്ലാതെ തോന്നുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു ബോറായിരിക്കും, എന്തായാലും വേണ്ടില്ല, ഒന്ന് വെറൈറ്റി ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടതാണ്. ഇതെനിക്ക് രസം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്റ്റീമിംഗ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റീമിംഗ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഡിലീറ്റ് ആയി പോയിട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ആവി പിടിക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോരുത് കേട്ടോ. നമ്മളുടെ പോഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അഴുക്കളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റീമിംഗ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ സ്ക്രബ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ സ്ക്രബിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ പഞ്ചസാരയും കാപ്പിപ്പൊടിയും പിന്നെ തേനുമാണ് കേട്ടോ. അപ്പോൾ തേന് ഒറിജിനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് റോസ് വാട്ടറാണ്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള റോസ് വാട്ടറാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ക്രബിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കാപ്പിപ്പൊടിയും പഞ്ചസാരയും തേനും റോസ് വാട്ടറുമാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ പഞ്ചസാര ജസ്റ്റ് ഒന്ന് അലിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് അലിയണ്ട, ജസ്റ്റ് ഒന്ന് അലിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ പഞ്ചസാരയുടെ തരി നമ്മൾ സ്ക്രബ് ചെയ്യണ സമയത്ത് നമ്മുടെ സ്കിന്നിൽ ചെറിയ മുറിവുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ റിങ്കിൾസ്, അങ്ങനെ പല ഇഷ്യൂസ് വരാൻ വേണ്ടിയിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ വെറ്റ് ആയിട്ടുള്ള ഫേസിലേക്ക് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്ത് പാക്ക് ആണെന്നുണ്ടെങ്കിലും എന്ത് സ്ക്രബ് ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു വെറ്റ് ആയിട്ടുള്ള ഫേസിലേക്ക് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ റോസ് വാട്ടർ തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ നല്ല രീതിക്ക് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യണ സമയത്ത് നമ്മളുടെ ലിപ്പും കൂടിയിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു പോരുത് കേട്ടോ. നമ്മളെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മളെ ലിപ്പിനൊരു ഇതേപോലെ ഒരു സ്ക്രബ് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നെക്കും കൂടി സ്ക്രബ് ചെയ്യാൻ വിട്ടു പോരുത് കേട്ടോ. അപ്പോൾ നെക്കും നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അതേപോലെ തന്നെ ഫേസ്, നമ്മുടെ ഈ മൂക്കിൻ്റെ ആ ഭാഗമൊക്കെ അല്ലേ, അവിടെയല്ലേ നമുക്ക് കൂടുതലായിട്ടും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഒരു ഏരിയയിലും പിന്നെ നമ്മുടെ താടിയുടെ ഈ ഒരു ഭാഗത്തുമായിട്ടാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ഉറക്കാൻ അങ്ങോട്ട് സ്ക്രബ് ചെയ്യേണ്ട, ഒരു ജെന്റിൽ മസാജ് കൊടുത്താൽ മതി. അതിനെ നല്ല രീതിക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊക്കെ കൂടുമ്പോൾ ഇതേപോലെ സ്ക്രബ് ചെയ്യണത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മളെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ നമ്മളെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണാനൊരു ബാസന്തി ലുക്ക് ഉണ്ടല്ലേ. എന്നിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ ഫേസിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ അതേ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചേഞ്ച് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അല്ലേ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, നമ്മൾ അത്രയും ഉണ്ടായിരുന്ന അഴുക്കും അണുക്കളും പൊടിയും കാര്യങ്ങളും
ഒക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ടാവും നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നതിലൂടെ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ത്രെഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് കാലമായി ഞാൻ ത്രെഡൊക്കെ ചെയ്തിട്ട്. ഞാൻ ഈ ഒരു റേസർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ത്രെഡ് ചെയ്യാറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ത്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഹെയർ ഒന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഫേഷ്യൽ ഹെയറൊക്കെ ആദ്യം തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ അലോവേര ജെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ എന്താ പറയുക ഫേഷ്യൽ ഹെയർ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് റിമൂവ് ആക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതാ നമ്മളുടെ റോസ് വാട്ടർ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതല്ലേ, അപ്പോൾ അതും ജസ്റ്റ് ഒക്കെ ഒന്ന് റിമൂവ് ആക്കാൻ, നമ്മുടെ ഹെയറൊക്കെ എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ടുണ്ട് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫേസ് നോക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ആക്കിയാൽ തന്നെ നമ്മുടെ ഫേസിലൊരു എന്താ പറയുക ഒരു തെളിച്ചം വന്ന പോലെ ഉണ്ടാവും കേട്ടോ, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് പാക്ക് ഇടലാണ് കേട്ടോ. അപ്പോൾ പാക്കിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉപ്ടാൻ പൗഡറാണ്. നിങ്ങൾ ഉപ്ടാൻ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ പൊടി, ഉലുവയുടെ പൊടി അതൊക്കെ എടുക്കുക കേട്ടോ. അതൊക്കെ നല്ല എഫക്റ്റീവാണ്. അതിനുശേഷം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. നിങ്ങളുടെ ഫേസിലേക്ക് സ്യൂട്ട് ആയിട്ടുള്ളത് ഏതാച്ചാൽ എടുക്കുക കേട്ടോ. തൈര് അല്ലെങ്കിൽ ചിലർക്ക് പാലായിരിക്കും ഒന്നുകൂടി എഫക്റ്റീവായിട്ട് തോന്നുന്നത്. എൻ്റെ സ്കിന്നിലേക്ക് തൈരാണ് കേട്ടോ ഒന്നുകൂടി എഫക്റ്റീവായിട്ട് തോന്നാറ്. അപ്പോൾ ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് തേനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്ടാൻ പൗഡറും തൈരും തേനും കൂടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യേണ്ട മുന്നേയിട്ട് റോസ് വാട്ടർ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു തിക്കും അല്ല എന്നാൽ നല്ല ലൂസും അല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു 2-3 ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് ലെയറായിട്ട് ഒറ്റ ലെയറായിട്ട് മാത്രമല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് ഉണങ്ങിയിട്ട് അത് നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു 2-3 ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു തിക്ക് എന്താ പറയുക തിക്കായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മൂക്കിൻ്റെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നല്ല ഭാഗമല്ലേ, നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിലും ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് അത് വരാതിരിക്കാനും അതേപോലെ തന്നെ വന്നത് റിമൂവ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ക്രബിങ്ങും അതേപോലെ തന്നെ അതിൽ കൂടെ ഈ ഒരു പാക്കും കൂടിയും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിലും ഒക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ കയ്യിലും കാലിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഡ്രൈ ആവണവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം നമുക്കിത് ഡ്രൈ ആവണവരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അത് 15 മിനിറ്റ് ആയിട്ടും ഡ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ 20 മിനിറ്റ് ഒന്നും ആക്കാൻ നിൽക്കേണ്ട, ഏകദേശം ആ ഒരു ടൈം വരെ ഡ്രൈ ആവണവരെ വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാട്ടോ. നമ്മൾ അത്രയും ടൈം ഇരുന്നിട്ടും ഡ്രൈ ആയിട്ടില്ല വെച്ചിട്ട് കൂടുതൽ ഇരിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തായാലും വാഷ് ചെയ്തിട്ട് വരാം, നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിതാ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് ഉണ്ട്. നമ്മളെ സ്കിൻ നല്ല ഫ്രഷ് ആയിട്ട് നല്ലൊരു ഗ്ലോ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ഫേസ് നമുക്കൊരു ഫേഷ്യൽ ചെയ്തൊരു എഫക്റ്റ് ആയിരിക്കും. അടിപൊളി റിസൾട്ട് ഉണ്ട്. ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ പോവാണ് കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ലുക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഇത് ഞാൻ ഫേസിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നല്ലൊരു ഗ്ലോ ഉണ്ടാവും നമുക്ക്. ആ ഒരു പാക്ക് ഇട്ടതിൻ്റെ ഒരു ഗ്ലോ ഭയങ്കരമായിട്ട് ഉണ്ടാവും കേട്ടോ. നല്ല എന്താ പറയുക ഫേഷ്യലൊക്കെ ചെയ്തൊരു എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.